സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഖത്തറിൽ നടത്തിയ ആക്രമണം ഖത്തറിൻ്റെ സോവറൻറ്റിക്ക് നേരെ നടത്തിയ വലിയ ആക്രമണമാണ് എന്ന് നമ്മുടെ നാട്ടിലും മറ്റ് പല ദേശങ്ങളിലുമുള്ള ആളുകളുടെ ഇടയിൽ വലിയ അഭിപ്രായം പൊന്തി വരുന്നത് നമ്മൾ ഈ ദിവസങ്ങൾ കാണുന്നുണ്ട്. നമ്മുടെ പത്രങ്ങളിലും നമ്മുടെ ടെലിവിഷൻ മാധ്യമങ്ങളിലും ഒക്കെ ഉച്ചസ്ഥൈര്യമായ ആളുകൾ പ്രഖ്യാപിക്കുന്നത് ഇത് ഖത്തറിൻ്റെ സോവറൻറ്റിക്ക് നേരെയുള്ള ആക്രമണമാണ്, പരമാധികാരത്തിന് നേരെയുള്ള ആക്രമണമാണ്. അതുകൊണ്ട് ഇതിലെ കഴിഞ്ഞും വലിയൊരു തെറ്റ് ഇസ്രായേൽ ചെയ്യാനില്ല എന്ന മട്ടിലാണ് ഡിസ്കഷൻസ് ഒക്കെ പോകുന്നത്. പല രാജ്യങ്ങളും, യൂറോപ്യൻ രാജ്യങ്ങളടക്കം പല രാജ്യങ്ങളും ഇത്തരത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. ഇത് സോവറൻറ്റിക്ക് നേരെ നടത്തിയ ആക്രമണമാണ്. സോവറൻറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റു രാജ്യങ്ങളെ ആക്രമിക്കുന്ന കൊള്ളക്കാരെ, തെമ്മാടികളെ, ടെററിസ്റ്റുകളെ സംരക്ഷിക്കാനുള്ള അവകാശമാണ് സോവറൻറ്റി? നിശ്ചയമായും അങ്ങനെയല്ല. ഖത്തർ ചെയ്ത പ്രവൃത്തി എന്താണ്? 2012 മുതൽ ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ താമസിക്കുന്നത് ഖത്തറിലാണ്. 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിന്റെ അതിർത്തികൾ ഭേദിച്ചുകൊണ്ട് നടത്തിയ ഭീകരാക്രമണം ലോകം മുഴുവൻ കണ്ടതും അപലപിച്ചതുമാണ്. ആ ഭീകര ആക്രമണത്തിന് ശേഷം ആ ആക്രമണം ഓർഗനൈസ് ചെയ്ത ആളുകൾ, ആ ആക്രമണത്തിൽ പങ്കെടുത്ത ആളുകൾ, ആ ആക്രമണത്തെ നിയന്ത്രിച്ച ആളുകൾ, ആ ആക്രമണത്തിന് തലച്ചോറായിട്ടുള്ള ആളുകൾ, ഈ ഖത്തർ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ മണ്ണിലാണ് അവർ ജീവിക്കുന്നത്. ഇറാനിൽ അവർ ജീവിച്ചിരുന്നു. ഇറാനിൽ അവർ സ്വൈര്യവികാരം നടത്തിയിരുന്നു. ഇസ്മായിൽ ഹാനിയ പോലത്തെ ആളുകളെ ഇറാനിൽ പോയി തീർത്തപ്പോൾ ഇനി ഇറാനിൽ പോയി നിൽക്കുന്നത് തടിക്ക് കേടാവുമെന്ന് മനസ്സിലാക്കി ഗൾഫ് രാജ്യങ്ങളിൽ ഒന്നും ആക്രമണം നടത്താൻ ഇസ്രായേൽ തുനിയുകയില്ല എന്നൊരു ധൈര്യത്തിലാണ് ഇവര് ഈ ഖത്തറിൽ വന്ന് താമസമാക്കിയത്. അറബ് രാജ്യങ്ങളിൽ ആക്രമണം നടത്താൻ ഇസ്രായേൽ തുനിയുകയില്ല എന്നുള്ള ഒരു ധൈര്യത്തിലാണ് ഇവർ ഖത്തർ താവളമാക്കിയത്. ഇവർക്ക് തേനും പാലും കൊടുത്ത്, എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്ത്, സൗകര്യം കൊടുത്ത്, സുഖജീവിതം, ആർഭാട ജീവിതം പ്രൊവൈഡ് ചെയ്തത് ഖത്തറാണ്. മറ്റു അറബ് രാജ്യങ്ങൾ, സൗദി അറേബ്യ ആയിക്കോട്ടെ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ധാരാളം അറബ് രാജ്യങ്ങളുണ്ട്. ഈ അറബ് രാജ്യങ്ങൾ ഒന്നും കൊടുക്കാത്ത സൗകര്യം ഇവര് ഈ ഹമാസിന്റെ ഭീകരർ കൊടുത്തു. ഇന്നലെ ഖത്തർ ആക്രമിക്കപ്പെട്ടതിന് ശേഷവും അവിടുത്തെ ഷൂറ കൗൺസിൽ എന്ന് പറയുന്ന അവിടുത്തെ ഭരണത്തെ നിയന്ത്രിക്കുന്ന മതപുരോഹിതന്മാരുടെ കൗൺസിലാണ്. അവർ പറഞ്ഞത് പാലസ്തീൻ കോസിനെ, അതിനെ ഏത് അറ്റം വരെയും അവർ സഹായിക്കുമെന്ന്. എന്ന് പറഞ്ഞാൽ ഈ ഭീകര പ്രവർത്തനത്തെ അവര് പൂർണ്ണ മനസ്സോടെ സഹായിക്കും എന്നാണ് അവർ പ്രഖ്യാപിച്ചത്. ആക്രമണത്തിന് തിരിച്ചടിക്കും എന്നുള്ള പ്രഖ്യാപനമൊന്നും ഉണ്ടായിട്ടില്ല. ഇറാനിലൊക്കെയാണ് സാധാരണ ആദ്യം വരുന്നത്, ഞങ്ങൾ അടിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കുന്നതാണ്. അത്തരത്തിലുള്ള പ്രഖ്യാപനം നടത്തിയിട്ടില്ല. പക്ഷേ പാലസ്തീൻ കോസിനെ ഞങ്ങൾ ഏത് അറ്റം വരെ സഹായിക്കും എന്നാണ് അവർ പറഞ്ഞത്. ഏത് അറ്റം വരെ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വാക്കാണ്. കാരണം ഭീകരപ്രവർത്തനത്തെയും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന സൂചനയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഭീകരപ്രവർത്തനം നടത്തി ഒരു നാട്ടിൽ വന്ന് കൊള്ളയും കൊലപാതകവും നടത്തുന്ന ഒരു സംഘം ആളുകളെ ഒളിപ്പിച്ച് പാർപ്പിക്കുന്നതിന് പേര് സോവറൻറ്റി എന്നല്ല. ഈ പണി ചെയ്തവർക്ക് ഡൊക്കടി കിട്ടിയിട്ടുണ്ട്. ബില്ലാദിനെ പാകിസ്ഥാൻ ഒളിപ്പിച്ചു. പാകിസ്ഥാന്റെ ഉള്ളിൽ കയറി ബില്ലാദിനെ കരിച്ചു കളഞ്ഞ അമേരിക്കയല്ലേ? അത് പാകിസ്ഥാന്റെ സോവറൻറ്റിക്ക് ഒരു കേട് വരുത്തിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. നമ്മളുടെ നാട്ടിൽ വന്ന് ഭീകരപ്രവർത്തനം നടത്തിയ ഭീകരന്മാരെ 2 തവണ പാകിസ്ഥാനിൽ കയറി നമ്മൾ ആക്രമിച്ചില്ലേ? ബലാക്കോട്ട് ആക്രമണം നമ്മൾ 2019 നടത്തി. പുൽവാമയിൽ നമ്മളുടെ സൈന്യത്തെ ഒരു ട്രക്കിൽ ബോംബ് നിറച്ചുകൊണ്ടുവന്ന് ഇടിച്ചു കയറ്റി പാകിസ്ഥാൻ ഭീകരരെ കൊന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പുൽവാമയിൽ 2019 ബലാക്കോട്ടിൽ ആക്രമണം നടത്തി. പിന്നീട് ഓപ്പറേഷൻ സിന്ദൂർ ഇപ്പൊ കഴിഞ്ഞിട്ടേ ഉള്ളൂ. കാശ്മീരിൽ വന്ന് നമ്മുടെ നാട്ടിലെ ആളുകളെ ഹിന്ദുക്കൾ എന്ന പേരിൽ കൊല ചെയ്ത ഭീകരന്മാരെ സംരക്ഷിച്ചതിന്റെ പേരിൽ നമ്മൾ പാകിസ്ഥാനിൽ കയറി ആക്രമണം നടത്തി. ഇതുപോലെ ബർമയില് നമ്മൾ ബർമ ബോർഡർ 2015 നമ്മൾ ബർമ ബോർഡർ ക്രോസ് ചെയ്തിട്ടുണ്ട്. നാഗാ ഭീകരവാദികള്, ടെററിസ്റ്റുകള് ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്തിയ ശേഷം ബർമയിലേക്ക് ഓടി ഒളിച്ചപ്പോൾ നമ്മളുടെ പട്ടാളം ബർമയിൽ കയറി ആക്രമണം നടത്തിയിട്ടുണ്ട്. അപ്പൊ ചുണയുണ്ട് ഇതൊക്കെ ചെയ്യാം. നമ്മളുടെ നാട്ടിൽ വന്ന് ആക്രമണം നടത്തുന്നവരെ നമുക്ക് അടുത്ത രാജ്യത്ത് കയറി പിടിക്കാം. അവിടെ സോവറൻറ്റി ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. നമുക്ക് കരുത്തുണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാം. കരുത്ത് വേണം ചെയ്യണമെങ്കിൽ, കരുത്തിലേക്ക് ചെയ്യാൻ പറ്റില്ല. പട്ടാളത്തിന് കരുത്ത് വേണം, കസരടിക്കുന്ന നേതാക്കന്മാർക്ക് ആത്മധൈര്യവും വേണം. കാരണം ഇന്ത്യ 2001 ഇന്ത്യയുടെ പാർലമെന്റ് ആക്രമിച്ചിട്ടുണ്ട്, തിരിച്ചാരും ഒന്നും ചെയ്തില്ല. ഇവിടെ ഈ പട്ടാളം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. 2008 മുംബൈ ടെറർ അറ്റാക്ക് എന്ന് പറയുന്ന അതിഭീകരമായ പ്രവൃത്തി പാകിസ്ഥാൻ നമ്മുടെ നാട്ടിൽ നടത്തിയിരുന്നു. അത് കഴിഞ്ഞ് ദാവൂദ് ഇബ്രാഹിമിനെ പോലത്തെ ആളുകളൊക്കെ പാകിസ്ഥാനിൽ സ്വൈര്യവിഹാരം നടത്തിയിരുന്നു. പബ്ലിക്കായി പരസ്യമായി ജീവിച്ചിരുന്നു. അവരെ തൊടാൻ അന്നത്തെ ഇന്ത്യൻ ഗവൺമെന്റുകൾക്ക് സാധിച്ചിട്ടില്ല. പട്ടാളം അവിടെ തന്നെ ഉണ്ടായിരുന്നു, പക്ഷെ ധൈര്യം ഉണ്ടായിരുന്നില്ല. അപ്പം ധൈര്യമുള്ളൊരു നേതാവ് ഉണ്ടെങ്കിൽ, ശക്തിയുള്ളൊരു പട്ടാളം ഉണ്ടെങ്കിൽ ഒരു സോവറൻറ്റി വിഷയമല്ല. നമ്മളുടെ നാടിനെ അല്ലെങ്കിൽ അവനവന്റെ നാടിനെ ആക്രമിക്കുന്നവനെ എവിടെ കടിയും പിടിക്കാം. ആരും ഒന്നും ചോദിക്കില്ല. കുറച്ച് ദിവസത്തേക്ക് കുറച്ച് ഒച്ചയൊക്കെ ഉണ്ടാക്കും. അത് കഴിഞ്ഞ് എല്ലാവരും ഉണ്ടായിരുന്നുള്ളൂ. ഇറാനിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയ സോവറൻറ്റിക്കെതിരെയുള്ള ആക്രമണമല്ലേ? ഇസ്രായേലിനെ കൊല്ലാൻ വേണ്ടി ഒരു ബോംബ് ഉണ്ടാക്കി. ആ ബോംബ് ഇസ്രായേൽ അവിടെ കയറി നിർവീര്യമാക്കി. അത് ചുണയുണ്ടെങ്കിൽ ചെയ്യാം.
ഈ നെതന്യാഹു എന്ന് പറയുന്ന ഒരു നേതാവ് അല്ലെങ്കിൽ ഇസ്രായേലിൽ ഇപ്പോൾ ഈ കാര്യങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ഉറപ്പാണ്. കാരണം ഇസ്രായേലിനുള്ളിൽ പോലും അദ്ദേഹത്തിന് സപ്പോർട്ട് കൂടുന്നതായിട്ട് ലക്ഷണങ്ങളൊന്നും പറയുന്നില്ല. കാരണം ഈ പറയുന്ന പട്ടാളം ആയിട്ടുള്ള മുഴുവൻ ആളുകളും പട്ടാളമായിട്ടുള്ള രാജ്യമാണിത്. 1948 സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഏകദേശം 10-75 വർഷങ്ങളായിരിക്കുന്നു. അപ്പം ഈ പറയുന്ന കാലഘട്ടത്തിനിടയിൽ കൂടെ ആളുകൾ ഒരുപാട് കാര്യങ്ങൾ മറന്നുപോയിട്ടുണ്ട്. ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ എങ്ങനെയാണ് ഈ രാജ്യം ഉയർത്തെഴുന്നേറ്റത് എന്ന ചരിത്രം പുതുതലമുറയ്ക്ക് അത്രത്തോളം ബോധ്യമുള്ളൊരു കാര്യമാവാൻ സാധ്യതയില്ല. 2000 വർഷങ്ങൾക്ക് മുൻപ് കൈവിട്ടുപോയ ഒരു രാജ്യം അതിനുശേഷം അത് 100-200 വർഷത്തെ നിരന്തരമായ പ്രവർത്തനങ്ങൾ കൊണ്ട് അവിടെ വന്ന് താമസമാക്കിയ നാടോടികളെയൊക്കെ അകറ്റി അവിടെ തങ്ങൾക്കായി ഒരു പ്രദേശം ഉണ്ടാക്കി വസിക്കുകയും അതിൽ നിന്ന് ബാക്കി തങ്ങളുടെ പ്രദേശത്ത് താമസമാക്കിയ നാടോടികളെ പുറത്താക്കുന്നതിന്റെ ഭാഗമായി നിരന്തരമായി യുദ്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യേണ്ടി വന്ന ഒരു രാജ്യത്തിന്റെ ചരിത്രം ഒരുപക്ഷെ പുതിയ തലമുറയ്ക്ക് അത്രത്തോളം ഒന്നും ബോധ്യമായിക്കൊള്ളണമെന്നില്ല. നമ്മളുടെ നാട്ടില് സ്വാതന്ത്ര്യ സമരം ചെയ്ത മഹാത്മാഗാന്ധിയൊക്കെ മറന്നു പോകുന്നത് പോലെ ഇവരുടെ നാട്ടിലും ഇത്തരം മറവികൾ സംഭവിക്കുന്നുണ്ടാവാം. അതുകൊണ്ട് പട്ടാളക്കാർക്ക് എല്ലാവരും പട്ടാളക്കാരാണ്. അപ്പൊ യുദ്ധം ചെയ്യാൻ വേണ്ടി റിസർവ് പട്ടാളക്കാരെയൊക്കെ വിളിക്കുമ്പോൾ പോകാൻ ആൾക്കാർക്ക് ഭയങ്കര മടിയാണ്. കാരണം മരണത്തിന് മുമ്പിലേക്കാണ് പോകുന്നത്. ഹമാസിനോട് യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ യുദ്ധമല്ല, ഗറില്ല യുദ്ധക്കാരോടാണ് യുദ്ധം ചെയ്യുന്നത്. അപ്പൊ സാധാരണ യുദ്ധം ഇപ്പൊ ഇറാനോട് പോയിട്ട് യുദ്ധം ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ വേറൊരു രാജ്യത്തോട് യുദ്ധം ചെയ്യുന്നത് പോലെ ഒരു കൺവെൻഷണൽ വാർ അല്ല ഇത് ആളുകളുടെ ഇടയിൽ ഒളിച്ചിരിക്കുന്ന ഭീകരനെ പിടിക്കാൻ പോകുന്ന പരിപാടിയാണ്. അവൻ ഏത് നിമിഷവും മനുഷ്യ ബോംബായിട്ട് പൊട്ടിത്തെറിക്കും. നിശ്ചയമായിട്ടും കാഷ്വാലിറ്റി ജീവാപായം കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു യുദ്ധ സാഹചര്യമാണ്. അപ്പൊ അതിൽ ഇടപെടേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ ജനത്തിന് എതിർപ്പ് വരുന്നു. എന്റെ മക്കളെ പട്ടാളക്കാരായി അയക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ ഞാൻ പട്ടാളക്കാരനായി പോകേണ്ടി വരുന്ന സാഹചര്യം വരുന്നു എന്ന് പറയുമ്പോൾ ഇസ്രായേലിനുള്ളിൽ മടി വളരുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് നെതന്യാഹു എന്ന് പറയുന്ന ആൾ ഒരു പ്രധാനമന്ത്രി എന്നതിലുപരി അദ്ദേഹം ഒരു കാരണവരാണ്. ഒരു തറവാട്ട് കാരണവരെ പോലെയാണ് അദ്ദേഹം പെരുമാറുന്നത്. ഈ രാജ്യത്തിന്റെ തന്റെ തറവാടിന്റെ സുരക്ഷിതത്വം ഉറപ്പിക്കാൻ വേണ്ടി തന്റെ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒരുപക്ഷെ തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ പോലും, ഒരുപക്ഷെ അവർ തന്നെ കുറ്റപ്പെടുത്തിയാൽ പോലും അവർക്ക് സുരക്ഷിതമായൊരു ജീവിത സാഹചര്യം ഒരുക്കണമെന്ന് അങ്ങേയറ്റ നിർബന്ധമുള്ള ഒരു പ്രധാനമന്ത്രി ആ കസേരയിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാൻ അവരെ കൊണ്ട് സാധിക്കുന്നത്. അല്ലെങ്കിൽ ഈ തൊരപ്പന്മാര് ഇവരുടെ നാട്ടിൽ വന്ന് കൊലപാതകവും നടത്തിയിട്ട് ഖത്തറിൽ സുഖമായിട്ട് ജീവിച്ചേനെ. അപ്പൊ ഇസ്രായേൽ അവിടെ ചെന്ന് ഇവരെ കൊല്ലുന്നു എന്ന് പറയുമ്പോൾ അത്രത്തോളം ഡിറ്റർമിനേഷനുള്ള ഒരു ഭരണാധികാരി അവരുടെ കസേരയിൽ ഇരിക്കുന്നതുകൊണ്ടാണ്. നാളെ ഇവരൊന്ന് തല കുനിച്ചു കൊടുത്താൽ ഈ ഹമാസ് ഇതുപോലെ തിരിച്ചു വന്ന് വീണ്ടും വരെ ആക്രമിക്കും. അന്നും ഇന്റർനാഷണൽ രാജ്യങ്ങൾ കുറച്ചൊക്കെ അപലപിച്ചേക്കാം, അതിനപ്പുറത്തേക്ക് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അപലപനമൊക്കെ കഴിഞ്ഞ് എല്ലാവരും അവനവന്റെ വഴിക്ക് പോകും. നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടാൽ അത് പോയി, നമ്മളുടെ വീട്ടിലെ സ്ത്രീകൾ റേപ്പ് ചെയ്യപ്പെട്ടാൽ അത് പോയി, നമുക്ക് മാത്രമാണ് നഷ്ടം. ബാക്കിയുള്ളവരൊക്കെ അപലപനം കഴിഞ്ഞ് അങ്ങോട്ട് പോകും. ഇപ്പൊ ഈ ഖത്തറിലെ ആക്രമണത്തിന്റെ കാര്യം അങ്ങനെ തന്നെയാണ്. ഖത്തറിൽ ആക്രമിച്ചു, എല്ലാവരോടും കുറെ സ്വച്ഛ ഉണ്ടാക്കും, നമ്മുടെ TV ചാനലിൽ കുത്തിയിരുന്ന് കുറെ ചർച്ച ചെയ്യപ്പെടും. ഖത്തറിന് എന്തെങ്കിലും ഗുണം കിട്ടുന്നുണ്ടോ? അതുകൊണ്ട് ഖത്തറിന് ഒരു ഗുണവും കിട്ടുന്നില്ല. നിങ്ങൾക്ക് ഇസ്രായേലിന് ആവശ്യമുണ്ടെങ്കിൽ ഖത്തറിൽ കയറി അവരുടെ കാര്യം നടത്തുക, മറ്റൊരു കുറേ ദിവസം ചർച്ച ചെയ്തിട്ട് മടുക്കുമ്പോൾ നിർത്തിക്കോളും. ഇല്ലെന്നുണ്ടെങ്കിൽ ഹമാസ് എന്ന് പറയുന്ന ഈ ഭീകര സംഘടന നാളെ അവരുടെ രാജ്യത്തിന്റെ വേറെ ഇറക്കാൻ വേണ്ടി അവർ തിരിച്ചു വരും. അവരുടെ അവസാനത്തെ ആളെ വരെ അവസാനിപ്പിക്കുന്നത് വരെ ജൂതനെ അവസാനിപ്പിക്കണമെന്ന അവരുടെ നിയോഗം നിറവേറ്റാൻ വേണ്ടി അവർ വരുമെന്നുള്ള നല്ല ബോധ്യം നെതന്യാഹുവിനെ പോലത്തെ ആളുകൾക്ക് ഉള്ളതുകൊണ്ടാണ് അവസാനത്തെ ഹമാസിനെയും തീർക്കാൻ അവരെ കൊണ്ട് സാധിക്കുമോ എന്നുള്ള ശ്രമം അവർ നടത്തുന്നത്. അതുകൊണ്ട് ഹമാസിന്റെ തലപ്പത്തുള്ള ആളുകളെ സംരക്ഷിക്കുന്ന ഈ ഖത്തറിൽ അവർക്ക് ആക്രമണം നടത്തേണ്ടി വരുന്നതും അതുകൊണ്ടാണ്. ഈ ഖത്തറിനെ സംബന്ധിച്ച് ഖത്തർ പാലസ്തീനികൾക്ക് അഭയം നൽകില്ല. സാധാരണ പാലസ്തീൻ അഭയാർത്ഥികൾ ഒറ്റ ഒരുത്തനെ ഖത്തർ സ്വീകരിക്കില്ല. ഖത്തർ സ്വീകരിക്കുന്നത് ഇതിന്റെ ലീഡർഷിപ്പിലുള്ള ആളുകളെ മാത്രമാണ്. അത് അവരുടെ ഇസ്ലാമിക് ജിഹാദ് എന്ന് പറയുന്ന അവരുടെ ബോധ്യം, ഞാൻ നേരത്തെ പറഞ്ഞ ദൗത്യം, അവസാനത്തെ ജൂതനെ വരെ അവസാനം കൊല്ലണം എന്നുള്ള ആ ദൗത്യത്തിൽ പങ്കാളികളാവുന്നതിന്റെ ഭാഗമായി അവർക്ക് പണമുണ്ട്. ആ പണം കൊടുത്തവർ സഹകരിക്കും. കൂടാതെ ഇവരുടെ നേതാക്കന്മാരെ മാത്രം താമസിപ്പിക്കാൻ അനുവദിക്കും. അല്ലാതെ എച്ചികളായിട്ടുള്ള പാലസ്തീനികൾ അവിടെ അവർ പ്രവേശിപ്പിക്കില്ല. കാരണം അങ്ങനെ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് ജോർദാന്റെയും ലെബനോന്റെയും പാഠങ്ങളിൽ നിന്ന് അവർക്ക് കൃത്യം അറിയാം. കുറെ പാലസ്തീൻ അഭയാർത്ഥികൾ അവരെ കൊണ്ട് സ്വീകരിച്ചാൽ മതി, 4 ദിവസം കൊണ്ട് അവരുടെ സൂക്കേട് തരും. പാലസ്തീൻ അഭയാർത്ഥികൾ അവിടെ ചെന്ന് പാലസ്തീനുകളുടെ തനി സ്വഭാവം എന്താണെന്ന് കാണിച്ചു കൊടുത്താൽ പിറ്റേ ദിവസം ഖത്തർ തന്നെ സർവ്വ പാലസ്തീനികളെയും ചവിട്ടി പുറത്താക്കും. അപ്പൊ ഇതിന് ശരിക്കുള്ള മരുന്ന് എന്ന് പറയുന്നത് ഒരു 10 ലക്ഷം പാലസ്തീനികളെ ഖത്തറെ കൊണ്ട് താമസിപ്പിച്ചാൽ മതി. പിന്നെ ഖത്തർ ഒരു പാലസ്തീനിയും ഒരിക്കൽ പോലും സപ്പോർട്ട് ചെയ്യില്ല. കാരണം ഇവന്മാർ ഏത് തരമാണെന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ ജോർദാനോട് ചോദിച്ചാൽ മതി, അവരത് പറഞ്ഞു കൊടുക്കും. അറിയത്തില്ല, ലെബനോട് ചോദിച്ചാൽ മതി, ലെബനോൺ അത് പറഞ്ഞു കൊടുക്കും. ഇല്ലെങ്കിൽ ഇന്നത്തെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇവർ താമസിക്കുന്നുണ്ട്, അവരോട് ചോദിച്ചാൽ മതി, അവർ പറഞ്ഞു കൊടുക്കും ഇവരെ ഏത് ഇനമാണ് എന്നുള്ളത്.